പ്രൈസ് ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി തന്നു. കർത്താവിനോട് കൂടി ആയിരിക്കുന്നത് സന്തോഷം. തിരുവചനം കേൾക്കുന്നത് വിശുദ്ധന്മാരുടെ ജീവിതത്തിന് എത്ര അനിവാര്യം. നമുക്ക് ദൈവത്തിൻ്റെ ആലോചനകൾ കേൾക്കുവാനും അത് പ്രമാണിക്കുവാനും കഴിയുന്നത് എത്ര ഭാഗ്യമാണ്. അവിടുത്തെ ഹിതത്തിലായിരിക്കുക എന്നുള്ളത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതാണ് യഥാർത്ഥ ജയജീവിതത്തിൻ്റെ അടയാളം. ദൈവഹിതത്തിനുള്ളിൽ നമുക്ക് പരാജയമില്ല. അവരെപ്പോഴും സന്തുഷ്ടരായിരിക്കും, തൃപ്തരായിരിക്കും. അപ്പോൾ ഇന്നും നമുക്ക് നമ്മുടെ ആ ക്ലാസ് വീണ്ടും നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മൾ ഇന്നലെ ചിന്തിച്ചത് അബ്രഹാമിൻ്റെ വിശ്വാസം ഉള്ളവർ ആയിരിക്കണമെന്നുള്ളതാണ്. അവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. അപ്പോൾ ആ അബ്രഹാമിൻ്റെ വിശ്വാസം, അബ്രഹാം എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്? ചിലർ ധരിക്കുന്നത് അബ്രഹാം പ്രവൃത്തിയിലൂടെയാണ് നീതീകരിക്കപ്പെട്ടത്. അങ്ങനെ പറയുന്ന വചനമുണ്ട്. എന്നാൽ നീതീകരണം എപ്പോഴും വിശ്വാസത്താലാണ്, അതിന് പ്രവൃത്തികൾ ആധാരമല്ല. അപ്പോൾ ഏത് കാലത്തുമുള്ള ഏതൊരു പാപിയും നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താൽ മാത്രമാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് യാക്കോബിന്റെ ലേഖനത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്കതും ചിന്തിക്കാം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്, അബ്രഹാമിന്റെ പ്രവൃത്തിയാലല്ല. നമ്മൾ പൗലോസിന്റെ ആ കാര്യത്തെക്കുറിച്ച് എടുത്ത് പറയുമ്പോൾ റോമാലേഖനം അതിൻ്റെ 4-ാം അധ്യായം 2-3 വാക്യം ഞാൻ വായിക്കാം. റോമർ 4:2-3. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധി ഇല്ലതാനും. തിരുവെഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. അപ്പോൾ അബ്രഹാം എന്തെങ്കിലും പ്രവർത്തിച്ചിട്ട് നീതീകരിക്കപ്പെട്ടു എന്നല്ല, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ടത്. അത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. നമുക്കുള്ള ബന്ധത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മളും നീതീകരിക്കപ്പെടുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയാലല്ല. നമ്മൾ അവിടെ തന്നെ റോമാലേഖനത്തിൽ അതിൻ്റെ 3-ാം അധ്യായത്തിൽ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 24 മുതൽ 28 വരെയുള്ള വാക്യം ഞാൻ വായിക്കാം. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതിയിരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. ആകയാൽ പ്രശംസ എവിടെ? അത് പോയിപ്പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. അപ്പോൾ ഇവിടെയും വളരെ വ്യക്തമായിട്ടും ഈ തലമുറയിൽ രക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ നീതീകരിക്കപ്പെടുന്ന ഓരോ വിശുദ്ധന്മാരെയും കുറിച്ചും പൗലോസ് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് അവർ നീതീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ നമുക്ക് യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോൾ സാധാരണ നിലയിൽ നമുക്കൊരു സംശയം ഉണ്ടാകാം. കാരണം അവിടെ വായിക്കുമ്പോൾ യാക്കോബിന്റെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 21, 22, 21 മുതൽ 23 വരെ വായിക്കാം. നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്? കണ്ടോ, അവിടെ ചോദിക്കാണ്, പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്? ഒരു ചോദ്യമാണ്. അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേർ പ്രാപിച്ചു. അപ്പോൾ ഇവിടെ വിശ്വാസത്തോടുകൂടെ പ്രവൃത്തിയും കൂടെ
യാക്കോബ് ഇടകലർത്തിയിട്ടുണ്ട്. അത് വാസ്തവത്തിൽ നമ്മളതൊന്ന് മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഒരു വിശ്വാസിക്ക് അവന് തുടർന്നുള്ള ജീവിതത്തിൽ പ്രവൃത്തി ഉണ്ടാവും. എന്നാൽ നമ്മൾ ആരും പ്രവർത്തിച്ച് രക്ഷിക്കപ്പെട്ടവരല്ല, വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരാണ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു കാരണം നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അവിടുന്ന് എൻ്റെ പാപത്തിൻ്റെ പരിഹാരാർത്ഥം ക്രൂശിൽ മരിച്ചു. അവിടുത്തെ രക്തം എനിക്ക് വേണ്ടി ചൊരിയപ്പെട്ടു. ആ രക്തത്താൽ എൻ്റെ ഏത് പാപക്കറയും മാറ്റുവാൻ കഴിയും എന്ന് നമ്മൾ വിശ്വസിച്ച് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായി നമ്മൾ കൈക്കൊള്ളുമ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ രക്ഷിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നീതീകരിക്കപ്പെടുന്നു. ദൈവം അവനെ നീതിമാനായി കണക്കിടുന്നു. ഇത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഇവിടെ പിന്നെ യാക്കോബ് ഇങ്ങനെ പറയാൻ കാരണം എന്താ? അതിന് കാരണമുണ്ട്. കാരണം വിശ്വസിക്കുന്നവരിൽ പ്രവൃത്തി കാണണം. നമ്മൾ രക്ഷിക്കപ്പെട്ടത് പ്രവൃത്തിയാലല്ല, എന്നാൽ രക്ഷിക്കപ്പെട്ടത് പ്രവൃത്തിക്ക് വേണ്ടിയാണ്. ഇത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. ഇന്ന് രക്ഷിക്കപ്പെട്ട ശേഷവും അനേകർക്കും പ്രവൃത്തിയിലൊന്നും കാര്യമില്ല എന്ന് പഠിപ്പിക്കുന്നവരും പറയുന്നവരുമുണ്ട്. അതൊരു വലിയ ദുരുപദേശമാണ്. കാരണം നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഞാൻ വചനങ്ങൾ എടുത്തു വായിക്കാൻ കാരണം നമ്മൾ വചനം വിട്ടല്ല പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പൊ ഇവിടെ എന്താ പറയുന്നേ? നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതൽ സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ രക്ഷിക്കപ്പെട്ടത് സൽപ്രവൃത്തി കൊണ്ടാണെന്നല്ല, രക്ഷിക്കപ്പെട്ടത് സൽപ്രവൃത്തികൾക്കായിട്ടാണെന്ന്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഒരിക്കലും ആ പഴയതുപോലെ ജീവിക്കുവാൻ വേണ്ടിയല്ല, സൽപ്രവൃത്തികൾക്കായിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോരേണ്ട സൽപ്രവൃത്തികളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. അതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നേ. നമ്മൾ തീത്തോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ തീത്തോസിനോട് പൗലോസ് പറയുന്നത്, തീത്തോസിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം 2:7, വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതിരിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. കണ്ടോ? സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട നമ്മളിൽ സൽപ്രവൃത്തികൾ നമ്മളിൽ കാണുവാനിടയായിരിക്കണം. സൽപ്രവൃത്തികളിൽ നമ്മൾ മാതൃകയായിരിക്കണം. അതിന്റെ 14-ാം വാക്കുകൾ ഞാൻ വായിക്കാം. അതേ തീത്തോസ് 2:14, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. കണ്ടോ? സൽപ്രവൃത്തികളിൽ നാം ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. രക്ഷിക്കപ്പെട്ട നമ്മൾ സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ഇത് വളരെ വിലപ്പെട്ടൊരു കാര്യമല്ലേ? നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനത്തിലും പൗലോസ് ഈ കാര്യം എടുത്തു പറയുന്നത് കാണാൻ കഴിയും. 1 തിമോത്തിയോസ് 6-ാം അധ്യായം അതിന്റെ 18-ഉം 19-ഉം വാക്യം, നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി, നോക്കണം, സൽപ്രവൃത്തികളിൽ സമ്പന്നരാകണം. എന്നിട്ട് ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. അപ്പൊ നമ്മുടെ ഈ സൽപ്രവൃത്തികളൊക്കെ എന്തിനു വേണ്ടിയാ?
വരുംകാലത്തേക്കുള്ള ഒരു നല്ല അടിസ്ഥാനമാണ്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മരണാനന്തരം ഒരു ന്യായവിധിയുണ്ട്. ഒരിക്കലും മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും ദൈവം നിയമിച്ചിരിക്കുന്നു എന്ന് എബ്രായർ 9:27 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ന്യായവിധി സമയത്ത് നമ്മുടെ സൽപ്രവൃത്തികൾ നമുക്ക് പ്രതിഫലങ്ങളായിട്ട് മാറും. അപ്പോൾ നാം നിത്യതയ്ക്ക് വേണ്ടിയ ഈ സൽപ്രവൃത്തികൾ അത് ദൈവത്താൽ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികളാണ്. അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഇന്ന് രക്ഷിക്കപ്പെട്ട പലരും അവർക്ക് രക്ഷിക്കപ്പെട്ടത് എന്തിനാണെന്നോ ഞാൻ എങ്ങനെയാണ് തുടർന്ന് ജീവിക്കേണ്ടതെന്നൊക്കെയുള്ള ഒരു പരിജ്ഞാനമില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടു, എൻ്റെ കാര്യം കഴിഞ്ഞു, ഇനിയെല്ലാം ദൈവം നോക്കിക്കോളും, അങ്ങനെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരും ഉണ്ട്. അതും ഈ പറയുന്ന ആ വ്യക്തികൾ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ്? അവര് പറയുന്നത് ഞങ്ങൾ സ്നാനപ്പെട്ടു, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ അവർ രക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളത് സത്യം. കാരണം മർക്കോസ് 16:16 പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ നോക്കണം, അപ്പോൾ എന്നിട്ട് ആ വാക്യം പോലും മുഴുവൻ ശ്രദ്ധിക്കുന്നില്ല. വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിലാകപ്പെടുന്ന എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവർക്ക് ആ സ്നാനം എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്ന് പഠിപ്പിക്കുന്ന അനേകരുണ്ട്. പ്രിയമുള്ളവരെ, സ്നാനം രക്ഷയ്ക്ക് വേണ്ടിയല്ല, സ്നാനം രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ തലതിരിഞ്ഞു പോയി. യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, പഠിക്കേണ്ട കാര്യങ്ങൾ അതിന്റെ ശരിയായ നിലയിൽ പഠിച്ചില്ല, മനസ്സിലാക്കിയില്ല എങ്കിൽ എന്തുമാത്രം വലിയ തെറ്റാ. ചില കാര്യങ്ങളിലൊക്കെ പരിഭാഷയിലൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലും നിങ്ങൾ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറഞ്ഞ് അവരെ ശിഷ്യരാക്കിയിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കൊടുത്ത് ഞാൻ ഉപദേശിച്ചെല്ലാം അവരെ പ്രമാണിക്കാൻ പഠിപ്പിക്കാനാണ് യഥാർത്ഥത്തിലുള്ള പരിഭാഷ. എന്നാൽ നമ്മുടെ മലയാളത്തിൽ ഒരല്പം തിരിഞ്ഞുപോയി. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ശിഷ്യർക്കാണ് യഥാർത്ഥത്തിൽ സ്നാനം കൊടുക്കേണ്ടത്, രക്ഷിക്കപ്പെട്ടവർക്കാണ് സ്നാനം. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടാതെ, വീണ്ടും ജനിക്കാതെ, നമുക്ക് പാപക്ഷമ ലഭിക്കാതെ നമ്മൾക്ക് സ്നാനപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് അനേകരും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നില്ല. അപ്പം ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ രക്ഷിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? എന്നിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ആ സൽപ്രവൃത്തികൾ എന്നിൽ നടക്കുന്നുണ്ടോ? നമുക്കറിയാം, ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞപ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ കർത്താവ് എന്താ പറഞ്ഞേ? മത്തായി 5-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം, അങ്ങനെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ അല്ലെങ്കിൽ സൽപ്രവൃത്തികൾ. നോക്കുക, ഇത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ക്രിസ്തുവിലായിട്ട് നമുക്കെന്നും ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന ആ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. അത് യാക്കോബ് എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മളിൽ പ്രവൃത്തി കാണണം. കാരണം ഈ പ്രവൃത്തികളാണ് നിത്യതയ്ക്ക് വേണ്ടി മനോഹരമായ തേജസ്സുള്ള വസ്ത്രമായി നമുക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കാന്ത അണിയുന്ന ആ വസ്ത്രം അത് ഒരുക്കുന്നത് വിശുദ്ധന്മാർ തന്നെയാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 7-8 വാക്യം, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. കണ്ടോ? അപ്പോ നമ്മുടെ ഈ നീതി പ്രവൃത്തികൾ അല്ലെങ്കിൽ ഈ സൽപ്രവൃത്തികൾ അത് നമുക്ക് വിശേഷ വസ്ത്രമായി അന്ന് പരിണമിക്കാൻ പോകുക. മാത്രമല്ല, നമുക്ക് ലഭിക്കാനുള്ള അനേക പ്രതിഫലങ്ങൾ,
കിരീടങ്ങൾ ഇവയെല്ലാം നമ്മുടെ ഈ പ്രവൃത്തിയെ അടിസ്ഥാനമാക്കിയാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പലർക്കും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ശരിയായിരിക്കുന്ന ഒരു പ്രകാശനമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ആത്മാവിന് തുടർമാനമായി നമ്മളെ നടത്താൻ കഴിയൂ. അതും രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, നമ്മളെ തന്നെ നമുക്ക് സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയണം. ഓരോ ദിവസവും ദൈവഹിതം അറിയുവാനായിട്ടുള്ള വലിയ വാഞ്ച നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. നമ്മൾ ചിന്തിക്കുക, നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട് പിന്നെ നമ്മൾ ലോകക്കാരെ പോലെ ജീവിച്ചാൽ ദൈവഹൃദയത്തിന് എന്ത് ദുഃഖമായിരിക്കും. നമ്മൾ തന്റെ മഹത്വത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാ. കർത്താവ് നമ്മളെ രക്ഷിച്ചത് സൽപ്രവൃത്തികൾക്ക് മുൻപന്മാരായിരിക്കുവാനാ. ആ കാര്യങ്ങൾ നമ്മളിൽ കാണുന്നില്ല എങ്കിൽ കർത്താവിന്റെ ഹൃദയത്തിന് എത്ര ദുഃഖകരമായിരിക്കും. എന്നെ കേൾക്കുന്ന എല്ലാ വിശുദ്ധന്മാരെയും ഞാൻ ഓർപ്പിക്കുന്നത്, നമുക്ക് ഇന്ന് നമ്മുടെ വിളിയെക്കുറിച്ചും ദൈവം നമ്മളെ എന്തിനു വേണ്ടിയിട്ട് ആക്കി വെച്ചിരിക്കുന്നു, നിയമിച്ചിരിക്കുന്നു എന്നുള്ള ആ ബോധ്യം നമുക്കുണ്ടോ? ഞാൻ സ്നാനപ്പെട്ടു, എൻ്റെ കാര്യം കഴിഞ്ഞു, അങ്ങനെ ഒരു ചിന്താഗതിയാണെങ്കിൽ നിശ്ചയമായിട്ടും അവര് രക്ഷിക്കപ്പെട്ടില്ലെന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് പോലും ദൈവത്തിന്റെ സകല സത്യത്തിലും ഈ ആത്മാവിനാൽ വഴി നടത്തപ്പെടുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇപ്പം നമുക്കറിയാം, യോഹന്നാൻ 15:8 വായിക്കുന്നുണ്ട്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാവും. അത് ചിന്തിക്കുക, ശിഷ്യരെയല്ലേ സ്നാനപ്പെടുത്തിയത്? എന്നിട്ട് പറയാണ്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. അപ്പൊ ചിന്തിക്കുക, എന്താ അതിനകത്ത് വ്യത്യാസം? ഞാനൊരു ശിഷ്യനാണെങ്കിൽ യഥാർത്ഥം നമ്മൾ വെളിപ്പെടുത്തണം. അതെങ്ങനെയാണ്? നമ്മൾ വളരെ ഫലം കായ്ക്കുന്നവരായി മാറും. അപ്പം നമ്മളൊരു ശിഷ്യനായിക്കൊണ്ടാണ് നമ്മൾ കർത്താവിന്റെ കൽപ്പന പ്രകാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേറ്റത്. അങ്ങനെ സ്നാനമേറ്റ നാം പിന്നീട് എങ്ങനെയായിരിക്കണം? നമ്മൾ ആ പ്രവൃത്തികളിൽ വ്യാപൃതരായിരിക്കണം. നമ്മൾ ആ പ്രവൃത്തികൾ ചെയ്യുന്നില്ല എങ്കിലോ? ഇന്ന് രക്ഷിക്കപ്പെട്ട അനേകരും, അതുകൊണ്ടല്ലേ ഇന്നത്തെ സഭയിൽ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരുടെ സംഖ്യ കുറവാണ്. കാരണം രക്ഷിക്കപ്പെടാത്ത ഒരുവൻ എങ്ങനെ സൽപ്രവൃത്തികളിൽ മുഴുകാൻ കഴിയും? കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 2 പത്രോസ് 1:10 വായിക്കുന്നത് പോലെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ അധികം ശ്രമിപ്പീൻ. നിങ്ങൾ യഥാർത്ഥമായും ദൈവത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണോ? നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടോ? തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 9:15-16 വാക്യങ്ങളിൽ പൗലോസിനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ തിരഞ്ഞെടുത്ത പാത്രമാണ് ഇവൻ ജാതികളുടെയും രാജാക്കന്മാരുടെയൊക്കെ മുമ്പിൽ എന്റെ സാക്ഷ്യം വഹിക്കാനുള്ളവനാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനെ തന്നതുപോലും കർത്താവിന്റെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയല്ലേ? ഈ കർത്താവ് ദൈവത്തിന്റെ ആത്മാവിൽ വീണ്ടും ജനിച്ചിട്ട് നമ്മൾ സാക്ഷ്യം പറയുന്നില്ല എങ്കിൽ നമ്മൾ ഏറ്റവും കർത്താവിന്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി അവന്റെ നിയോഗത്തെക്കുറിച്ച് പൂർണ്ണമായും ബോധ്യമുള്ളവരായിരിക്കണം. നമ്മൾ 1 പത്രോസ് 2:9 എന്താ വായിക്കുന്നത്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അപ്പോൾ നമ്മൾ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ഈ ക്രിസ്തുവിന്റെ ഗുണം, അവിടുത്തെ സ്വഭാവ വൈശിഷ്ട്യം നമ്മളിൽ വെളിപ്പെടണം. അതുകൊണ്ടല്ലേ ഗലാത്യർ 4:19 പൗലോസ് പറയുന്നേ, നിങ്ങളിൽ ക്രിസ്തുവിന്റെ രൂപം ഉരുവാവോളം എനിക്ക് പ്രസവവേദനയാണ്. കർത്താവിന്റെ ആ സ്വഭാവം അരിൽ വരണം. അവർ യഥാർത്ഥമായും ക്രിസ്തുവിനെ വെളിപ്പെടുത്തി ജീവിക്കുന്നവരായി മാറണം. ദൈവമക്കളെ, ഈ ചെറിയൊരു ആയുസ് ഇനിയൊരു അവസരമില്ല. ഈ ലഭിച്ച അവസരം നമ്മൾ നഷ്ടമാക്കിയാൽ അതൊരു തീരാ നഷ്ടമായിട്ട് മാറും. യഥാർത്ഥത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടുവോ? രക്ഷിക്കപ്പെട്ടത് എങ്കിൽ നമ്മുടെ പ്രവൃത്തിയാലല്ല. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് എഫേസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 8-9 വാക്യം.
വളരെ വ്യക്തമായിട്ടും പൗലോസ്ലീഹ പറയുന്ന ആ കാര്യം നമുക്കൊന്ന് കേൾക്കാം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല എന്ന് വെച്ചാൽ നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്, കൃപയാൽ വിശ്വാസം മൂലം. നമ്മൾ ചിന്തിക്കുക, ഏത് കാലത്തുമുള്ള ഏതൊരു വ്യക്തിയും രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം വിശ്വാസം മാത്രമാണ്. പ്രിയമുള്ളവരെ, വിശ്വാസം മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമ്മളെ രക്ഷിച്ചത്, നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ടല്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട നാം സൽപ്രവൃത്തികൾ ചെയ്യണം. അതും എങ്ങനെ ചെയ്യണമെന്ന് അറിയാമോ? അതും ഞാൻ പറയാം. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ പൗലോസ്ലീഹ ഫിലിപ്പിയ വിശ്വാസികളോട് പറയുമ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഫിലിപ്പർ 2:12. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളെല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഈ വചനവും ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഭയത്തോടും വിറയലോടും കൂടി നല്ല പ്രവൃത്തി ചെയ്താലേ രക്ഷിക്കപ്പെടൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതല്ല, അങ്ങനെയല്ല. ഈ കാര്യം ഇത് നമ്മുടെ പ്രാണന്റെ രക്ഷയോടുള്ള ബന്ധത്തിലാണ്. ഞാൻ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ആ കാര്യം വിവരിച്ചിട്ടുണ്ട്. ഈ രക്ഷ 3 പ്രകാരത്തിലുള്ള രക്ഷ: ആത്മാവിന്റെ രക്ഷ, പ്രാണന്റെ രക്ഷ, ശരീരത്തിന്റെ രക്ഷ. ഈ 3 രക്ഷ, ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രാണന്റെ രക്ഷയെക്കുറിച്ചാണ്, നമ്മുടെ ദേഹീ രക്ഷയെക്കുറിച്ചാണ്. ആത്മാവിന്റെ രക്ഷ പ്രാപിച്ചവർക്ക് വേണ്ടി പറഞ്ഞ കാര്യമാണ്, സഭയോട് പറയുന്ന കാര്യമാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണേ. ഇതൊക്കെ ശരിയായിട്ടും അതിനെ ആത്മാവിൽ വിവേചിക്കുവാൻ കഴിയത്തില്ലാത്തവര് അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് വിശുദ്ധന്മാരെ ആകപ്പാടെ കുഴച്ചിലിടാറുണ്ട്. നമ്മൾ ചിന്തിക്കണം, നമ്മളതിനെ ശരിയായിട്ട് മനസ്സിലാക്കണം. രക്ഷയ്ക്കായി പ്രവർത്തിക്കാൻ പറഞ്ഞാൽ നമ്മുടെ ആത്മരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന കാര്യമല്ല ഇവിടുത്തെ വിഷയം. അത് തന്നെയാണ് യാക്കോബിന്റെയും വിഷയം. യാക്കോബ് പറഞ്ഞിരിക്കുന്നത് ആ പ്രവൃത്തികളെല്ലാം ആത്മരക്ഷയോടുള്ള ബന്ധത്തിലല്ല, നമ്മുടെ പ്രാണന്റെ അല്ലെങ്കിൽ ദേഹിയുടെ ജീവന്റെ രക്ഷ. ഈ 3 രക്ഷ ഒരു കാര്യമാണ്. ജീവന്റെ രക്ഷ, ദേഹി രക്ഷ, പ്രാണന്റെ രക്ഷ എന്ന് പറയുന്നത് 3 ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നതും നമ്മൾ രക്ഷിക്കപ്പെട്ടവരോട് പറയുക, സഭയിലുള്ളവരോട് പറയുക. എന്താണ്? നിങ്ങൾ അധികമായി, ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ചിന്തിക്കുക. അപ്പൊ നമുക്കിന്ന് യഥാർത്ഥമായിട്ടും നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, കാരണം അറിയോ, നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവിടെ സ്വയാഭിമാനികളായി മാറാൻ സാധ്യതയുണ്ട്, അല്ലേ? വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. അപ്പം കൂടുതൽ വെളിപ്പാട് കിട്ടിയപ്പോൾ പൗലോസ്ലീഹ പോലും നിഗളിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാം. അതുകൊണ്ടാണ് ദൈവം തന്നെ അവന്റെ ശരീരത്തിൽ ഒരു പിശാചിന്റെ ദൂതനെ ദൈവം ഏർപ്പെടുത്തിയത്. നോക്കണം, വളരെ വിലപ്പെട്ട കാര്യമാണ്. ദൈവമക്കൾ കരുതലുള്ളവരായിരിക്കണം. നമുക്ക് നിത്യതയിൽ നമ്മൾക്ക് പ്രാപിക്കേണ്ട പ്രതിഫലം നഷ്ടമാകുന്ന നിലയിൽ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും നല്ല സൽപ്രവർത്തികൾ നമ്മൾ മറ്റുള്ളവരെയും കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും നമുക്ക് പ്രശംസ ലഭിക്കുകയും ഇവിടെ വെച്ച് തന്നെ അതിന്റെ പ്രതിഫലം പ്രാപിച്ചവരായി മാറുകയും നിത്യതയിൽ നമുക്ക് യാതൊരു പ്രതിഫലം ഇല്ലാത്തവരായി പോകാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അത് തിരുനാമ മഹത്വത്തിന് വേണ്ടി മാത്രമായിരിക്കണം. അത് നമ്മുടെ സ്വയം പ്രശംസയ്ക്ക് വേണ്ടിയാകാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന വ്യക്തി, അങ്ങനെയുള്ള വിശുദ്ധന്മാരെ ലോകം തിരിച്ചറിയാൻ പ്രയാസമാണ്. കാരണം ആൾക്കാർക്കൊക്കെ അവർക്ക് കാണണം, അയാൾ പിന്നെ നല്ല സഹായമൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്, മറ്റുള്ളവരെ കരുതുന്ന വ്യക്തിയാണ്.
ഇങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടി ചെയ്ത് നല്ല വെള്ളം ചമഞ്ഞ് ഈ ലോകം വിട്ടു പോകുന്നവർക്ക് നിത്യത ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടായില്ല. എന്നാൽ യഥാർത്ഥ വിശുദ്ധൻ അവൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കർത്താവിന് മാത്രം മഹത്വപ്പെടുത്തുന്നതും മഹത്വം കൊടുക്കുന്നതുമായിരിക്കും. നമ്മളാരും മഹത്വം എടുക്കരുത്, മഹത്വം കർത്താവിന് കൊടുക്കണം. എന്ത് ചെയ്താലും നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നാം ചെയ്യുന്നവരായിരിക്കണം. അപ്പോൾ ഒരു കാര്യം, രക്ഷിക്കപ്പെടുന്നതിന് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളോ നമ്മുടെ കർമാദികൾക്കോ യാതൊരു പ്രാധാന്യവും ഇല്ല എന്നുള്ളത് എല്ലാ വിശുദ്ധന്മാരും നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ആത്മരക്ഷയ്ക്ക് എന്തെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾക്കോ നമ്മുടെ ഏതെങ്കിലും കർമ്മമാർഗങ്ങളിലൂടെയോ അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രാധാന്യത ഇല്ലേ ഇല്ല. അത് ദാനമാണ്, അത് വിശ്വാസത്താൽ മാത്രം പ്രാപിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അബ്രഹാം ഇവിടെ നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലുള്ള നീതീകരണം. അതുകൊണ്ട് നമുക്ക് തിരുവചനത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്, നമ്മൾ നീതിയിരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. നമ്മൾ അതേ റോമാലേഖനത്തിൽ തന്നെ അതിൻ്റെ 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, വിശ്വാസത്താൽ നീതിയിരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും നീതിയിരിക്കപ്പെട്ടത് വിശ്വാസത്താല പ്രിയമുള്ളവരെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, നമ്മൾ നല്ല സൽപ്രവൃത്തികൾ കൊണ്ടല്ല രക്ഷിക്കപ്പെട്ടത്, എന്നാൽ സൽപ്രവൃത്തികൾക്കായിട്ടാണ് രക്ഷിക്കപ്പെട്ട ഒരുവൻ സൽപ്രവൃത്തികൾ ചെയ്തു കാണണം. അങ്ങനെയല്ല എങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ഓരോ വിശുദ്ധന്മാരും ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അപ്പം ഞാൻ കർത്താവ് സഹായിച്ചാൽ അടുത്ത ക്ലാസ്സിൽ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് എടുത്തു പറയാം. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മിൽ അബ്രഹാമിന്റെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ പ്രത്യേകത കർത്താവ് വരുവാൻ താമസിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നിങ്ങളോട് പറയാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങൾ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങളുടെയും വിശ്വാസ ജീവിതത്തിൽ ഇടറാതെ, അല്ലെങ്കിൽ നിത്യതയുടെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്താതെ നിത്യതയ്ക്ക് വേണ്ടി നല്ലൊരു അടിസ്ഥാനം ചെയ്ത് ജീവിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവം മാതൃപ്പെടട്ടെ.